പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനും ഒക്കെ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു യമനി റൊട്ടിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള റൊട്ടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ വേവിച്ച ചോറൊന്ന് ഇട്ട് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഈ ഒരു പരുവത്തിൽ തന്നെ വേണം കേട്ടോ. ഇനി നമുക്ക് ഇതിനായിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ മൈദ ഒന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ച് തന്നെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാടങ്ങ് സോഫ്റ്റാക്കി കുഴച്ചെടുക്കണ്ട, ചെറിയൊരു ഹാർഡ് ഉണ്ടാവണം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി അല്പം ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ബോൾസാക്കി എടുത്ത അപ്പം തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് ഈക്വൽ പാർട്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണം. മേളിൽ നിന്ന് ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതിപ്പം നമ്മളെല്ലാം തന്നെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിൻ്റെ മേളിലേക്ക് അല്പം മൈദ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബോൾസ് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് പരത്തി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേളിലേക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ ബട്ടർ തേച്ച് കൊടുക്കാം, നെയ്യ് കൊടുക്കാം, ഇല്ലെങ്കിൽ സാധാരണ വെജിറ്റബിൾസ് ഓയിലാണെങ്കിലും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേളിലേക്ക് അല്പം മൈദ ഒന്ന് തൂവി കൊടുക്കാം. ഇനി ഇത് 2 സൈഡും ഒരുപോലെ ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് ഒന്നുകൂടെ ഓയിൽ തേച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൈദ ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ടിത് ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെ 2-3 തവണ ഫോൾഡ് ചെയ്തെടുക്കുമ്പം ഇത് നമ്മൾ ചുട്ടെടുക്കുമ്പം നല്ലൊരു ലെയർ കിട്ടും. അതിനുവേണ്ടിയാട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പം ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു 3 ലെയർ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ ചെറിയൊരു കട്ടിയിൽ തന്നെ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇത് ചൂടായിട്ടുള്ള തവയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടിത് ചുട്ടെടുക്കാം. ഇതിപ്പം ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയും ഇതിൻ്റെ മേളിലേക്കും കൂടെ അല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സൈഡ് പ്രസ് ചെയ്ത് പിടിക്കുമ്പം നന്നായിട്ട് തന്നെ ഇത് പൊള്ളി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിൽ ആ ഒരു ലെയർ ചെയ്തേക്കുന്നത് കൊണ്ടാട്ടോ ഇങ്ങനെ വരുന്നത്. ഇനിയും ഇതിൻ്റെ മേളിലും കൂടെ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ യമനി റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള റൊട്ടിയും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 കപ്പ് അളവിൽ മൈദ എടുത്തപ്പം 10 റൊട്ടി ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റി. ഞാനിപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്ന ആ ലെയർ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പം തന്നെ അറിയാൻ പറ്റും, നല്ല സോഫ്റ്റും ആട്ടോ ഇത്. ഇത് നല്ല ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ സൂപ്പറാട്ടോ. ഞാനിപ്പം ഇവിടെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എടുത്തേക്കുന്നത് ബീഫാട്ടോ. വളരെ എളുപ്പം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഈസി ആട്ടോ. പക്ഷേ നമ്മുടെ ആ ഒരു പൊറോട്ടയുടെ ചെറിയൊരു ടേസ്റ്റും ഒക്കെ ഇതിന് വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇതുപോലെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പറാട്ടോ കഴിക്കാനായിട്ട്. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്